6 വർഷത്തോളം ഇവിടെ സേവനം അനുഷ്ഠിച്ച നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ലിറ്റി സിസ്റ്റർ അടുത്തൊരു ജോലി മദറായിട്ട് കളമശ്ശേരി പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് പോവുകയാണ്. നല്ലൊരു അമ്മയായിരുന്നു നമുക്ക് ഇത്രയും കാലം. അത് ആർക്കെങ്കിലും എന്തെങ്കിലും എതിരൊക്കെ ഉണ്ടോ? ഇല്ല, ഞങ്ങളുടെ എല്ലാവരെയും അമ്മയെ പോലെ ആയിരുന്നു. അപ്പം കുറെ കാലം ഇവിടെ നിന്ന് ഞങ്ങളുടെ എല്ലാവരെയും ഹൃദയം കവർന്നെടുത്ത സിസ്റ്റർ അതിൻ്റെ കാത്തിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ എന്തെങ്കിലും കോമ്പറ്റീഷൻ പോവാണെങ്കിൽ നമ്മൾ ജയിച്ചോന്ന് അറിയാൻ പറ്റില്ല, എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ അമ്മ. അതുപോലെ തന്നെ ഇപ്പം ഇവിടെ കോളേജിൽ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോവുകയാണെങ്കിൽ, അതൊരു വെറുതെ കോളേജിൽ പോവുകയാണെങ്കിൽ എന്നും തിരിച്ചു വരുമ്പോൾ സിസ്റ്റർ ഇവിടെ വാതിക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കോമ്പറ്റീഷന് പോകുമ്പോൾ നമ്മൾ ജയിച്ചെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ നമ്മുടെ സിസ്റ്ററാണ്. അതുപോലെ എല്ലാ കാര്യത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ കോളേജിലാണെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ എല്ലാ കാര്യത്തിനും നമുക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ നമ്മളെ അന്വേഷിക്കാറുണ്ട്. ഹോസ്റ്റലിലാണ് നിൽക്കുന്നതിനുള്ളൊരു ആ ഒരു ഫീൽ നമുക്ക് കിട്ടാറില്ല. നമുക്ക് ശരിക്കും ഒരു വീട് പോലെ സിസ്റ്റർ നമ്മുടെ അമ്മ പോലെ തന്നെയാണ്. ഞങ്ങൾ സിസ്റ്ററോട് ആദ്യമായിട്ട് ചോദിച്ചൊരു കാര്യം, ഒരു 6 മാസം കൂടെ നിൽക്കാമോ എന്നാണ്. പേഴ്സണലി അമ്മ നോക്കുന്നത് പോലെ നമ്മൾ നോക്കിയിട്ടുണ്ട്. പനി പിടിച്ചൊരു ദിവസം നോക്കിയിട്ടുള്ളപ്പോഴേക്കും പുള്ളിക്കാരുടെ കർച്ചീഫ് വെച്ച് തുടച്ച് എന്നെ നോക്കിയിട്ടുണ്ട്. ഇവിടെ ആർക്കും അറിയത്തില്ലായിരിക്കും. ഞങ്ങൾക്കിത് മറക്കാൻ പറ്റാത്തൊരു ഗന്ധാസ്ത്രം. ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, പോവാതെ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് മറ്റേ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. സിസ്റ്റർ കുറച്ച് കാലം കൂടെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് പറയാൻ പറ്റാത്ത കൂടുതൽ കാര്യങ്ങൾ സിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി ഇതൊക്കെ ചെയ്യുന്നത് വരക്കെ അറിയരുത്. അതുപോലെ സിസ്റ്റർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ പോലും അറിയത്തില്ല. നമ്മളെപ്പോഴും കാണുന്നത് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സിസ്റ്ററിനെ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ വഴക്ക് പറയാൻ ഇങ്ങനെയൊക്കെ പിള്ളേരെ പറയാൻ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ ഉള്ള സിസ്റ്ററിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മണവാട്ടിമാരെന്ന് പറയുന്നത്. അപ്പൊ കർത്താവായിട്ട് നല്ല ഡയറക്റ്റ് കണക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ പരിസ്ഥിതിയിലെ വിഷമമായി കർത്താവ് അറിയുന്നത്. അപ്പൊ എന്തായാലും സിസ്റ്റർ അറിയാൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് കോളേജിൽ ഒരു ഇതുണ്ടായിരുന്നു, ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്ത് എനിക്ക് സാരി ഇല്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആരോടും പെട്ടെന്ന് പറയത്തൊന്നുമില്ല, വീട്ടിലാണെങ്കിൽ ചോദിക്കത്തില്ല. ഇങ്ങനെ വിഷമിച്ച മനസ്സിൽ വിഷമിച്ച സമയത്ത് ആ ആഴ്ച എനിക്ക് സിസ്റ്റർ എനിക്ക് 3 സാരി കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസ് കൊടുക്കണം കേട്ടോ, സാരിയൊക്കെ ഇട്ട് വാങ്ങിക്കാൻ പൈസയൊക്കെ ആവുമ്പോൾ പറഞ്ഞിട്ട് സിസ്റ്റർ എനിക്ക് സാരി തന്നു. ഞാൻ ഇവിടെ എല്ലാവരും ഫാമിലി പോയായിരുന്നു. എൻ്റെ അച്ഛനാണെങ്കിലും ടീച്ചർമാരൊക്കെ ആണെങ്കിലും അതിൽ വലിയൊരു പാർട്ടാണ് സിസ്റ്റർ പോയാൽ. കുറേയൊക്കെ സിസ്റ്ററിന്റെ വീട്ടിൽ കണ്ടില്ലെങ്കിൽ കുറേ വഴി ഓരോ ദിവസവും വർത്താനം പറഞ്ഞിട്ടാണെങ്കിൽ വഴക്കില്ലാത്ത ദിവസമില്ല. അപ്പോൾ ആ ദിവസം എത്ര വഴക്കില്ലാത്തില്ലെങ്കിലും 2 ദിവസവും സംസാരിച്ചുള്ളൂ. പിന്നെ എനിക്ക് സിസ്റ്ററോട് പറയാനുള്ളത്, ഈ ഒരു വർഷത്തെ ഇടയിൽ ഞങ്ങളുടെ ആരും ഭാഗത്ത് നിന്ന് വാക്കുകളോ പ്രവൃത്തികളോ എന്തെങ്കിലും സിസ്റ്റർക്ക് മനോവിഷമം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിച്ചു. എന്നോട് എക്സ്പീരിയൻസ് പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ തോന്നി. എനിക്ക് സിസ്റ്റർ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. സിസ്റ്റർ പോകണമെങ്കിൽ ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ അറിയാറില്ല. സിസ്റ്റർ എപ്പോഴും വഴക്കിലാറുണ്ട്, മിണ്ടാണ്ടിരിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഉള്ളിൽ സിസ്റ്റർ പറയാൻ ചിലപ്പോൾ എല്ലാ ദിവസവും വാതിക്കലുണ്ടാവും. എല്ലാ ദിവസവും ഞങ്ങൾ വിളിച്ചിട്ട് ഒന്നെങ്കിൽ ഇവിടെ കഴിക്കാനായിട്ട് കയറാൻ ശ്രമിക്കില്ല, കാരണം നമ്മൾ കുളിച്ചിട്ട് തന്നെ വീട്ടിൽ അമ്മ പറയണ പോലെ പോയി കുളിച്ചിട്ട് വന്നിട്ട് കഴിച്ചാൽ മതി, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് എല്ലാ ദിവസവും വാതിക്കലുണ്ടാവും. എന്തെങ്കിലും പരിപാടിയുള്ള ദിവസമാണെങ്കിലും ആ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് അവിടെ ഉണ്ടാവും. എല്ലാ ദിവസവും പരീക്ഷയുടെ തലേ ദിവസം അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും സിസ്റ്ററിനെ എനിക്ക് അങ്ങനെ അറിയാം. അപ്പൊ ഞാൻ സിസ്റ്ററായിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പറയാൻ പാടില്ല. എനിക്ക് സിസ്റ്ററിനെ ഒരുപാട് ഇഷ്ടമാണ്. 6 വർഷക്കാലം നിങ്ങളോടൊപ്പം നിങ്ങളുടെ അമ്മയായിട്ട് തന്നെയാണ് സിസ്റ്റർ. കാരണം നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ, നിങ്ങൾ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഒട്ടുമുറിയിൽ പറയാറുണ്ട്, പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കുർബാനയിലും പന്തയിലുമൊക്കെ നിയമങ്ങൾ വയ്ക്കാനായിട്ട് സിസ്റ്റർ നിങ്ങൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ, നിങ്ങളുടെ ചില പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട്. കാരണം ഒരു അമ്മയുടെ കരുതലെന്ന പോലെ ഞങ്ങൾ അത് അറിയുകയും അത് പറ്റാവുന്ന രീതിയിൽ സിസ്റ്ററിലൂടെ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുക. ഒരു കുടുംബത്തിന്റെ ഒരു അന്തരീക്ഷം നമുക്കിവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, ഇല്ലേ? എനിക്കൊക്കെ വഴക്കിട്ടാണ് എന്തിനാണെന്ന് കൂടി ഞാൻ പറയുക. വൈകുന്നേരം 10 മണിക്ക് ശേഷം റൂമിലുള്ള ഒച്ചകളും സ്റ്റഡി റൂമിലുള്ള ഒച്ചകളും മറ്റുള്ളവർക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ
അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എൻ്റെ ഇത് കൂടുതലായിട്ട് എന്നോട് പറഞ്ഞു. സിസ്റ്റർ എല്ലാ ദിവസവും ഇവിടെ സിസ്റ്റർ ഉണ്ടാണ്. വീട്ടിൽ നിന്ന് അമ്മ ഇറക്കി വിട്ട ഫീലിങ് ഞങ്ങൾക്ക് ഇപ്പോഴും ഇവിടെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടിയാലും രാവിലെ ഇവിടെ ഉണ്ടാകണം, വൈകുന്നേരം വരുമ്പോഴും ഉണ്ടാകണം. അപ്പൊ മിക്കവാറും തന്നെ ഞാൻ ഈ പരിസരത്തൊക്കെ നിൽക്കാറുണ്ട്. എൻ്റെ ചില കൊച്ചു കൊച്ചു കുറുമ്പുകൾ കാണിക്കും. ചായ മോളിൽ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഒളിച്ചുകൊണ്ട് ഓടും. അപ്പൊ മോളെ വീട്ടിൽ ചായ വീഴും, പിന്നത്തെ ആൾ കഞ്ഞി വീഴും. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും മോളുടെ ചായ കൊണ്ടുവരുമെന്ന് പറയും. പിന്നെ യൂണിഫോം ഇട്ടുകൊണ്ട് ഇവിടെ ചായ കുടിക്കാൻ വരരുതെന്ന് പറയും. കാരണം വാർഡിലൊക്കെ പോയതുകൊണ്ട് നമ്മൾ വരുമ്പോൾ നമ്മുടെ കൈയൊക്കെ കഴുകി അല്ലെങ്കിൽ നമ്മൾ കുളിച്ചുകൊണ്ട് ഒരു ഭയങ്കര പ്രത്യേകത ഉണ്ടല്ലോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നവർ മാത്രമല്ല അവിടെ ഉള്ളത്, കോളേജിൽ പോകുന്നവരുണ്ട്, ഓഫീസിൽ ജോലിക്ക് പോകുന്നവരുണ്ട്. അതെല്ലാം കണക്കാക്കിയിട്ടാണ് നിങ്ങളോട് പറയാം. പക്ഷെ വ്യക്തിപരമായിട്ട് ആരോടും ഒരു പിണക്കമില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നേരം വിളിക്കുമ്പോൾ എങ്ങനെ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് വിഷയത്തിൽ അല്ലേ സിസ്റ്റർ പോകാനുള്ള വിഷമം കൊണ്ടാണ് സിസ്റ്റർ ഒരുപാട് ഇഷ്ടമായി എല്ലാവരും. പക്ഷെ സിസ്റ്റർ ഇറ്റൊക്കെ ചെയ്ത പോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു കേട്ടോ.